മെഗാ BJP-യിൽ തന്നെ വലിയൊരു വിഷയം നടക്കുകയാണ്. അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പണം അതിനകത്തെ ചില ആളുകൾ ചേർന്നുകൊണ്ട് ആ പണം അടിച്ചു മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില PR ഏജൻസികൾക്ക് കൊടുക്കുന്നു, PR ഏജൻസികൾ അത് മുച്ചൂടും കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ചില ആളുകൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ അതിനൊരു യാഥാർത്ഥ്യം എന്താണ്? അത് സത്യമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പൊ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് കാസർഗോഡ് മത്സരിച്ച അശ്വിനി എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ ഇലക്ഷൻ പ്രചാരണത്തിനായി ഒരു PR ഏജൻസിക്ക് 24 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇത് ചെയ്യുന്നത് BJP-യുടെ ഒരു മുഖ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം 24 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിനുശേഷം ഈ PR കമ്പനി അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ട് അത് മാറ്റാൻ തീരുമാനിക്കുന്നു തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ്. എന്നിട്ട് ഈ പണം തിരികെ ചോദിക്കുമ്പോൾ പണം തിരികെ കൊടുക്കുന്നില്ല. ഉറപ്പായിട്ടും ഒരു തിരികെ കൊടുത്തില്ല. അപ്പോൾ കമ്പനി എനിക്ക് തിരികെ തന്നില്ല. എന്നിട്ട് ഈ പണം കൈമാറിയ ഈ പറഞ്ഞ ഈ BJP-യുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പേഴ്സണും കുറച്ച് പണം തട്ടി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഈ സംഭവത്തിന്റെ ആധാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടാണ്. കേന്ദ്രത്തിൽ നിന്ന് കോടികളാണ് കേരളത്തിലേക്ക് ഒഴുകിയത്. നമ്മൾ ആ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. 140 മണ്ഡലങ്ങളിലും 140 BJP കാൻഡിഡേറ്റുകളും ക്രെയിനിലായിരുന്നു. ഇതിനുള്ള പണം എവിടെയെന്ന് ഞാനും രാഹുലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്രെയിനിന് വന്ന കോടികളിൽ കുറച്ച് പണം കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് BJP കൊടി വാങ്ങിച്ചതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വലിയ വാർത്തകളുണ്ടായിരുന്നു. ഈ കൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വാങ്ങിച്ച കൊടികൾ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അതെങ്കും കൊടുത്തിട്ടുമില്ല, അവിടെ തന്നെ ഇങ്ങനെ ഭദ്രമായി സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കേന്ദ്രം കൊടുത്ത ഫണ്ടും അല്ലാതെ ഇവിടെ നിന്നും പല ആളുകളിൽ നിന്നും പിരിച്ച പണവും ഇതെല്ലാം കൊണ്ട് ചില നേതാക്കൾ അവരുടെ അക്കൗണ്ട് നിറച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ആകെ 3 പേരാണ് ജയിച്ചിട്ടുള്ളത്. ഒരു 10-15 പേര് ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പാകുമ്പോൾ പണം വേണം. BJP-യെ സംബന്ധിച്ച് പണവുമുണ്ട്, കേന്ദ്രത്തിൽ അധികാരമുണ്ട്, എല്ലാം കൊണ്ട് സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇറക്കിയുള്ള പ്രചാരണം നടത്താറുള്ളതും നടത്തിയിട്ടുള്ളതും BJP തന്നെയാണ്. ഇതിനെതിരെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് മുഴുവൻ ചിലവഴിക്കാനുണ്ടായിരുന്ന പണം അദ്ദേഹം ഒറ്റയ്ക്ക് ചിലവാക്കി എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ജയിക്കേണ്ടത് ആത്മാഭിമാനത്തിന്റെ വിഷയമാണ്. കാരണം ഈ പറഞ്ഞ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനൊക്കെ മുൻപ് സ്വയം പ്രഖ്യാപിച്ചതാണ്, നേമത്ത് ഞാനങ്ങ് മത്സരിക്കും. ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ബാക്കി ആരും എനിക്കറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ പറയാം, ഞാൻ നേമത്തെ മത്സരിക്കും, ഇനി ആരും ആ സീറ്റ് ചോദിച്ചുകൊണ്ട് ആരും വരണ്ട. അത് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞതാണ്. എന്താണ്, ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, അപ്പൊ ജയിക്കേണ്ട സീറ്റ് നോക്കിയെടുക്കേണ്ടത് എന്റെ ചുമതലയാണ്, അതുകൊണ്ട് ഇനി നിയമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും, BJP-യുടെ ഏതെങ്കിലും നേതൃത്വമായിരുന്നെങ്കിലും നിയമത്ത് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുമല്ല, രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ അവിടെ പണമായിരുന്നു ജയിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് BJP-യുടെ പാർട്ടി ഓഫീസിൽ നിന്നും ലിറ്റർ കണക്കിന് മദ്യമാണ് പിടിച്ചത്. എത്ര രൂപ, 10,000 രൂപ വോട്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്നത് ദൃശ്യങ്ങളോടെ പിടികൂടി മറ്റേ ചുവന്ന കരങ്ങളോടെ തൂക്കിയെങ്കിലും നിയമത്തങ്ങനെ ചുവന്ന കരങ്ങളോടെ തൂക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നത്. പിന്നെ ജയിച്ച നിയമസഭയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കൃത്യമായിട്ട് മലയാളം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമെങ്കിലും പുറത്തേക്ക് വന്നതായിട്ട് രാവിലെ ശ്രദ്ധപ്പെട്ടു. ഫീൽഡ് ഔട്ടായി കംപ്ലീറ്റ് ഒരു ക്ലീൻ ബൗൾഡ്. ഇവിടെ എല്ലാവരും ഈ സഭയ്ക്കകത്ത് പ്രതിപക്ഷമാണെങ്കിൽ ആകെ ഒരു മാസ് കാണിച്ച് ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് മുരളീധരൻ കയറി സാർ പോയിന്റ് ഓഫ് 3 ഇത് പോയിന്റ് ഓഫ് 3 വരുന്നതല്ല എന്റെ സുഹൃത്തെ, ഒന്ന് അവിടെ അടങ്ങിയിരിക്കുന്നീ, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം, 10-25 കൊല്ലമായിട്ട് ഞാൻ ഈ സീറ്റ് ഇരുന്നതാ, ഒന്ന് അടങ്ങും സുഹൃത്തെ, ഒന്ന് പഠിച്ചിട്ട് വരൂ എന്ന് പറയുന്ന രീതിയിൽ അവിടെ സ്പീക്കറും അടങ്ങി ഒരുക്കിയിരിക്കും. എന്നാലോ 3 പേരെ വിജയിച്ചോളൂ, 3 പേര് തമ്മിൽ അടിയാണ്. ഞാൻ ഫ്രണ്ടിലിരിക്കും, ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ഇതിനു മുമ്പിട്ട് MP ആയിരുന്ന ആളാണ്, ഞാൻ മുതിർന്ന നേതാവാണ്,
വി.ഡി. സതീശൻ പറയുകയും ചെയ്തു, പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷം BJP നിങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ, നിങ്ങളെന്തോ 3 എടുത്തിരിക്കുന്നത്. ആ ഒരു പ്രസംഗമൊക്കെ വൈറലാണ്. അല്ല, നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പ്രസംഗങ്ങൾ പോലും നമ്മൾ കേൾക്കുന്നുണ്ട്. സംഭവം ട്രോളൊക്കെ ആണെങ്കിൽ പോലും CPM-നൊപ്പം അല്ലെങ്കിൽ CPI-ക്കൊപ്പം ഇടതുപക്ഷത്തിന്റെ MLA മാർ സംസാരിക്കുന്നത് പോലും കേൾക്കുന്നു. എന്നിട്ട് ഇത്രയും പണം വാരി എറിഞ്ഞ് ആദ്യമേ സ്ഥാനാർത്ഥിയാണ് MLA ആകുമെന്ന് പറഞ്ഞ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല? നിയമത്തിന് സംസാരിക്കാൻ പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിയുടെ മണ്ണായിരുന്ന ഒരിടത്ത് നിന്ന് വരുന്ന MLA-ക്ക് പറയാൻ 2 വാചകമില്ല എന്ന് പറയുന്നത് എനിക്കൊന്ന് അടുത്ത് ഇനി കുറെ നാളത്തേക്ക് BJP-യോട് ജയിക്കാൻ പോകുന്നില്ല. അല്ല, ഇതിനകത്ത് മറ്റു വേറൊരു വിഷയമുണ്ട്. BJP-യെ സംബന്ധിച്ച് ആരോപണം എന്താണ്? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ പണമാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോടികൾ എറിഞ്ഞ്, ഇപ്പോൾ നമുക്കറിയാം കർണാടകയിലൊക്കെ കോടികളുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കർണാടകയിലും ഗോവയിലും ഒക്കെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. റിസോർട്ട് രാഷ്ട്രീയമാണ്. കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ കൊണ്ടുപോകും, മിസ്സിംഗ് ആവുന്നു, റിസോർട്ടിൽ കാണുന്നു, തിരിച്ചു വരുന്നു, അവിടെ നിന്നും കോടികൾ കൊടുത്ത് റിസോർട്ടിൽ നിന്ന് പൊക്കി കൊണ്ടുപോകുന്നു. ഇതാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. BJP-യെ സംബന്ധിച്ച് എത്ര രൂപ പണം ഇറക്കിയാലും അധികാരം തൻ്റെ കൈകളിലേക്ക് എത്തുക. അതിന് പണം കൊടുത്തിട്ടാണോ മറ്റെന്ത് കൊടുത്തിട്ടാണോ അത് അവരിൽ നിന്നും വാങ്ങിക്കുക. അതാണ് BJP ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ കോടികൾ BJP ചെലവാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കോടികൾ കൊടുത്തത്. പക്ഷെ ഇവിടുത്തെ നേതാക്കന്മാർ എന്ത് ചെയ്തു? ഇവിടുത്തെ നേതാക്കന്മാർ 4 പേരും 4 തട്ടിലായതുകൊണ്ട് 4 പേരും കുറേശ്ശെ അവിടുന്ന് ഇവിടുന്നുമായിട്ട് പണം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിന് വേണ്ടി കണ്ടത്. അതെ, കേന്ദ്രത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും കുറച്ചൊക്കെ ഹോൾഡൊക്കെ ആയി വരുന്നുണ്ട്. കേരളത്തിൽ മാത്രം അങ്ങോട്ട് വേര് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ വേണം എന്ന് വിചാരിച്ച് കുറച്ച് പണം ഇങ്ങോട്ട് ഇറക്കുന്നു. ഇവിടെ ടീം ആകുന്നു വിചാരിച്ച നേതാക്കള് കയ്യിൽ കിട്ടുന്നതെല്ലാം വരി പോക്കറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ ഇനിയും കോടികൾ കണ്ടെത്തണം. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ അതിനൊക്കെ നമ്മൾ നേരത്തെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രൻജിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ 2 ഇടത്തും മത്സരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ എടുത്തത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബാക്കി എല്ലാവരും നിങ്ങൾ പ്രവർത്തിക്കുക, എല്ലാവരും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പോ എനിക്കൊന്ന് ഇപ്പോൾ വന്ന മാധ്യമത്തിലെ വാർത്തയിൽ അവർ കോട്ട് ചെയ്ത് പറയുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ളൊരു BJP നേതാവാണ് ഈ PR വർക്കുകൾ മൊത്തത്തിലെടുത്തത്. ഈ PR വർക്കിനെതിരെ പറയുന്നത് അതൊരു LDF PR വർക്ക് ഏജൻസിക്കാണ് കൊടുത്തത്. അതെല്ലാം പോട്ടെ, ഇവർക്ക് അതിലൊന്നുമല്ല വിഷയം. 10-24 ലക്ഷം രൂപ കൊടുത്ത് PR ഏജൻസിയെ വെച്ചു. PR ഏജൻസി പണിയെടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? PR ഏജൻസി മതി, നിങ്ങൾ സഹായിച്ചതിന് നന്ദി, നിങ്ങൾ പിന്മാറിക്കോ, ഞങ്ങൾ ചെയ്ത ഉപകാരത്തിന് നന്ദി, വാങ്ങിച്ച കാശിന് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് തന്നിട്ട് പോകും. ഇതിപ്പോ കാശുമില്ല, ഒന്നുമില്ല, പകുതി വെച്ച് പറഞ്ഞും വിട്ട്. മുഴുവിപ്പിച്ചായിരുന്നെങ്കിൽ 24 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ മുഴുവിപ്പിച്ചിട്ട് 24 ലക്ഷം കൊടുത്തെന്ന് പറയാം. ഇതൊരു 24 ലക്ഷവും പോയി ജയിച്ചോ അതുമില്ല, പകുതി ദിവസം പണിയെടുത്തോളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഏജൻസി എങ്കിലും പൈസ കൊടുക്കണം. അതെ, നാണക്കേടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊന്നും അല്ലല്ലോ. അപ്പൊ ഇതിനൊന്നും വലിയ വില ഉണ്ടാവില്ല. തിരിച്ചു വേണമെന്നും ആഗ്രഹം ഉണ്ടായില്ല. ഇനി അഥവാ തിരിച്ചു കിട്ടിയാലും അത് തിരിച്ച് പാർട്ടിയുടെ ഫണ്ടിലേക്ക് ആയിരിക്കില്ലല്ലോ. ഇതിലെ വിഷയം പറയുന്നത് ആ ഒരു നേതാവും ഈ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുത്തുക ഒരിടത്തല്ലല്ലോ, എത്ര ഇടങ്ങളിലാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി, കോഴിക്കോട്, അതേപോലെ തന്നെ പല മണ്ഡലങ്ങളും, ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിൽ പോലും ഇത്തരത്തിൽ കോടികൾ കൊടുത്തിട്ട് ആ PR ഏജൻസി പകുതിക്ക് വെച്ച് നിർത്തലാക്കി പോകുന്ന സാഹചര്യമാണ്. 3-4 എടുത്ത് പകുതിക്ക് വെച്ച് നിർത്തലാക്കി പോയി. അപ്പോൾ ഈ പൈസ എല്ലാം ആർക്കാണ് വരുന്നത്? സ്വാഭാവികമായിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള സഖാവാണ് ഒന്നെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. മേഘ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്നെ വന്ന് കണക്ട് ചെയ്യുന്നു, ഞാനൊരു ഏജൻസി ഏൽപ്പിക്കുന്നു. ആ ഏജൻസി പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പണം വാങ്ങിച്ചിട്ട് പണിയെടുക്കാതെ പോവുകയാണെങ്കിൽ ആ കൊടുത്ത പണം ആ ഏജൻസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം ഞാനാണല്ലോ ഏജൻസി ഏൽപ്പിക്കുന്നത്. ഇതാ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏജൻസിയാണ്, ഇവർ നിങ്ങളെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് കാശ് 24 ലക്ഷം രൂപ കൊടുത്ത് എന്നിട്ട് പകുതി വെച്ച് നിർത്തി. അപ്പോൾ പകുതി പൈസ തിരിച്ചു കൊടുക്ക്. ആകെ ഇലക്ഷൻ ഏറ്റവും മാക്സിമം 30 ദിവസം നടന്നുള്ളൂ. അതിനകത്ത് 15 ദിവസം പണിയെടുത്തിട്ട് 15 ദിവസം പണിയെടുത്തില്ല. 24 ലക്ഷം രൂപ വാങ്ങിച്ചതല്ലേ. ബാക്കി പകുതി പണമെങ്കിലും കൊടുക്കാറുണ്ട്. 15 ദിവസം പണിയെടുത്തതല്ലേ.
പകുതി പണം അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് 25 പോയി, എല്ലാം പോയി, തോൽക്കുകയും ചെയ്ത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പണം കേരളത്തിലേക്ക് ഒഴുക്കിയിട്ടും എന്തുകൊണ്ട് BJPക്ക് വേര് പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എവിടെയാണ്? ഈ പറഞ്ഞ വേരിലോട്ടല്ല പണം പോകുന്നത്, ഈ പറഞ്ഞ നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പണം പോകുന്നത്. അപ്പൊ BJP നേതൃത്വം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ ഹിന്ദി പഠിച്ചിട്ട് അടുത്ത ചർച്ചയിൽ ഇത് ഹിന്ദിയിൽ പറഞ്ഞു തരാം. അല്ല, BJP നേതൃത്വത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഇതിനെ നോക്കുന്ന ആരൊക്കെയാണ്? ഏറ്റവും വലിയ PR ടീമുള്ള ആർക്കാണ്? കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനാണ്. സ്വന്തമായിട്ട് PR കമ്പനി തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് സ്വന്തം PRന് ഇതേ കൂട്ട് ഏജന്റിനെ വെച്ച് പണിയെടുപ്പിക്കേണ്ട കാര്യം അതില്ല. പൈസ ഇറക്കണം, അതെ, പൈസ ഇറക്കണം. സ്വന്തം ടീമാണല്ലോ, സ്വന്തമായിട്ട് തന്നെ നോക്കിക്കോളും. പിന്നെ സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയും സ്വന്തമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാം. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നെങ്കിൽ പറയാം. പക്ഷെ കൊടി വാങ്ങിച്ച കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്തണം. കോടികളുടെ പണം ചെലവാക്കി കൊടി വാങ്ങിച്ചതായിട്ട് കാണുന്നുണ്ട്. കൊടി ഇല്ലെന്നൊക്കെ പറഞ്ഞുള്ള പരാതികളും ഇതിന്റെ ഇടയിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇപ്പോൾ നമുക്ക് അത് BJPക്കുള്ളിൽ തന്നെ പുകഞ്ഞു നേർന്നൊരു കാര്യമാണ്. അത് പുറത്തേക്ക് അധികം വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടത് BJP നേതൃത്വമാണ്. അപ്പോൾ ആ BJP നേതൃത്വം തന്നെ 4 ദിക്കിലായതുകൊണ്ട് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരെയും CPMകാരെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഇവർ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ പോകുമ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യം എനിക്കൊന്നും BJPയെ സംബന്ധിച്ച് സമയം ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും അഴിമതി കേസുകൾ. ഇപ്പോൾ തന്നെ അയോധ്യയിൽ സ്വർണം കട്ടുകൊണ്ട് പോയതിന്റെ പേരിൽ BJP നാണകിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സമയം ശരിയല്ല. ഇത്രയും നാളും അവരെ രാജാക്കന്മാരെ പോലെ വാഴിച്ച സമയത്ത് ഇനി അങ്ങോട്ട് BJPക്ക് നല്ല കാലമല്ലെന്ന് തോന്നുന്നു ഇന്ത്യയിലുള്ളത്.